നമസ്കാരം. എൻ്റെ ചേച്ചിയാണ് ഞങ്ങൾ വിളിക്കുന്ന പേരാണ്, ലേഡി കൂടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവളുടെ ആദ്യ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഞങ്ങളുടെ കുടുംബവും അതുപോലെ സുഹൃത്തുക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാം ഒരു അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണിത്. പക്ഷേ മറ്റേ കിച്ചു ടീച്ചർ പറഞ്ഞതുപോലെ സാധാരണ ചേച്ചി എഴുതിയിരിക്കുന്ന കൂടുതലും കവിതാ സമാഹാരങ്ങളാണ്. അത് അപ്പച്ചനും അമ്മയൊക്കെ മരിച്ചുപോയി. പിന്നെ അപ്പച്ചന് വേണ്ടി എഴുതിയൊരു കവിതയുണ്ട്, ഓർമ്മപ്പൂക്കൾ എന്ന് പറയുന്നത്. അത് എനിക്ക് പാടാനൊന്നും അത്ര ഇതില്ല, പാട്ടുകാരിയല്ല ഞാൻ. അതുപോലെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സൗണ്ടൊന്നും അത്ര ഇതല്ല. പക്ഷെ അത് ഒത്തിരി എൻ്റെ ഹൃദയത്തിൽ പതിച്ച വാക്കുകളാണ് അതെല്ലാം. അപ്പം ഞാൻ അതെല്ലാം കണ്ടപ്പോൾ ഞാൻ കഥ എഴുതുന്നത് ഞാൻ അത്ര എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ കവിതകളാണ് കൂടുതലും ഞങ്ങൾ ഇരുന്നത്. പക്ഷെ കഥ രണ്ടാമത് ഈ പുസ്തക രൂപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കഥകൾ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും റിയൽ ലൈഫിൽ വന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് എന്താ പറയുക, വളരെ സങ്കടകരമായിട്ടുള്ള ഇത്രയും എനിക്ക് എഴുതാനൊന്നും ഞാൻ വായിക്കാനും അധികം വായനാശീലമൊന്നുമില്ല ആളല്ല ഞാൻ. അപ്പം അത് കാരണം അത്രയൊക്കെ എഴുതി അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാണ്. സാർ അതുപോലെ ആദ്യമേ പറഞ്ഞു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു കഥയിലൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതും എൻ്റെ ഹൃദയത്തെ ഹേർട്ട് ചെയ്ത ഒന്നാണ്. പക്ഷേ ഇതുപോലെ നിരവധിയായിട്ടുള്ള കവിതകളും കവിതാ സമാഹാരങ്ങളും അതുപോലെ കഥകളൊക്കെ എഴുതാൻ അവൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, അതുപോലെ അഞ്ജലി, സ്നേഹ, അറിയില്ല എനിക്ക് കുട്ടികളെയൊന്നും, എങ്കിലും അവർക്കും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളെല്ലാം പുതിയ തലമുറയുടെയും എല്ലാ കാര്യങ്ങളും എഴുതാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.